ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഇൻട്രാഡേയിൽ സ്റ്റോക്ക് സെലക്ഷൻ ചെയ്യാം എന്നുള്ളതും എങ്ങനെ നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാം എന്നുള്ളതൊരു കംപ്ലീറ്റ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രാഡേ സ്റ്റോക്ക് സെലക്ഷൻ ഇപ്പം നമ്മൾ NSEയിൽ തന്നെ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 2500+ കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. BSEയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5000 കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വേണം നമ്മളൊരു പ്രോപ്പർ സ്റ്റോക്ക് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പം ഞാൻ കുറച്ച് അധികം മെത്തേഡുകൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതിലൊരു മെത്തേഡ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻട്രാഡേക്ക് വേണ്ടി സ്റ്റോക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ട്രക്ചറിലുള്ള സ്റ്റോക്കുകൾ മാത്രം ചൂസ് ചെയ്യാം. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, അതായത് ഹയർ ലോ ഫോർമേഷൻ, കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ ഹയർ ലോ ഫോർമേഷൻ തരുന്ന സ്റ്റോക്ക് മാത്രം ചൂസ് ചെയ്യുക. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? സ്ട്രോങ് അപ്പ് ട്രെൻഡ് ആണ് എന്നുള്ളതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ടൈം ഫ്രെയിം ഒന്നെങ്കിൽ 3 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ നമുക്ക് യൂസ് ചെയ്യാം. ഈ പറയുന്ന ടൈം ഫ്രെയിമിൽ ഒരു സ്ട്രോങ് ഹയർ ലോ ഫോർമേഷൻ അല്ലെങ്കിൽ ഹയർ ഹൈ ഫോർമേഷൻ തരുന്ന സ്റ്റോക്കുകൾ മാത്രം ചൂസ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് പ്രീവിയസ് ട്രെൻഡ്, അതായത് പ്രീവിയസ് ഡേയിൽ നമുക്ക് ഇങ്ങനെ ഫോർമേഷൻ ചെയ്യുന്ന സ്റ്റോക്കുകൾ കിട്ടിയാലും മതി. പ്രീവിയസ് ഡേയിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കിട്ടിയാലും മതി. അങ്ങനെ വരുന്ന സമയത്ത് നെക്സ്റ്റ് ഡേ മാർക്കറ്റ് നോർമലി ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ, ചെറിയൊരു സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ഒക്കെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഒന്നുകിൽ മാർക്കറ്റ് പുൾ ബാക്ക് വരും. പുൾ ബാക്ക് എടുത്തിട്ട് മാർക്കറ്റ് ഏകദേശം ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് മേ ബി മാർക്കറ്റ് റിവേഴ്സലിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ലെവൽ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൈ എൻട്രി കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ പുൾ ബാക്കിൽ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് മെത്തേഡുകൾ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. കാരണം ഓൾറെഡി സ്ട്രോങ് അപ്പ് ട്രെൻഡ് ആണ്. അപ്പോൾ നമ്മൾ ബൈ ഓപ്പർച്യൂണിറ്റി മാത്രം നോക്കിയാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം ഞാനിതിന് പ്രീവിയസ് ഡേ ട്രെൻഡിങ് സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഒരു സ്ക്രീനർ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ബുള്ളിഷ് ക്ലോസ് എന്ന് പറഞ്ഞ ഒരു സ്ക്രീനർ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കിത് ഈ ഒരു ലിങ്ക് അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് പ്രീവിയസ് ഡേയിൽ ട്രെൻഡിങ് സ്റ്റോക്കുകൾ, അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കാരണം അത് കുറച്ചുകൂടി സേഫാണ്. അതല്ലാത്ത ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി സേഫ്. കാരണം നല്ല വോളിയം ഉണ്ട്, നല്ല ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകൾ, ഒന്നാമത് വന്നിരിക്കുന്ന സ്റ്റോക്കാണ് കോഫോർജ്. ഞാൻ ഓൾറെഡി ഇവിടെ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് കോഫോർജ്. അപ്പോൾ കോഫോർജിൻ്റെ ചാർട്ട് ഈ ഒരു 3 മിനിറ്റിൽ നോക്കുവാണെങ്കിൽ പ്രീവിയസ് ഡേയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മാർക്കറ്റ് ഹയർ ഹൈ ഫോർമേഷൻ അല്ലെങ്കിൽ ഹയർ ലോ ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത്. നോക്കുവാണെങ്കിൽ ഇവിടെ ഹയർ ലോ ഫോർമേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കാണാം ഒരു ഹയർ ലോ ഫോർമേഷൻ. ദാറ്റ് മീൻസ് മാർക്കറ്റിൽ ബയേഴ്സ് വളരെ സ്ട്രോങ് ആണെന്നുള്ളത്. ഇനി ഇന്നത്തെ മാർക്കറ്റിൽ സമയം ഏകദേശം 8:23 അപ്പം ഇനിയും ഒരു അരമണിക്കൂറുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ, അല്ലേ? ഇന്നത്തെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്, അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ഓപ്പണിംഗ്, ഒരു കുറച്ച് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്താലും നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. കാരണം ഈ ഒരു സ്ട്രക്ചറിൽ യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റ് നോർമലി ഒരു പുൾ ബാക്ക് തരും. പുൾ ബാക്ക് തന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്ട്രെങ്ത് ആണ് മാർക്കറ്റ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ ബൈ എൻട്രി കൺസിഡർ ചെയ്യാം, നെക്സ്റ്റ് ലെവൽ ടാർഗറ്റ് ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ്, ഇനി മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കണ്ടിന്യൂസ് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിലും നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കിയിട്ട് നമുക്ക് ബൈ എൻട്രികൾ കൺസിഡർ ചെയ്യാം. സിമ്പിൾ പ്ലാൻ. നമുക്ക് ഓൾറെഡി നമുക്കൊരു ട്രെൻഡിങ് സ്റ്റോക്കുകൾ കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ഒരു സെറ്റപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനിയിപ്പം ഫോർ എക്സാമ്പിൾ ഇനി ഇവിടെ ഒരു ലെവൽ, ഇനി ഇതിൻ്റെ താഴെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനി ഈ ഒരു സ്റ്റോക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ വ്യൂ അനുസരിച്ചിട്ടല്ല ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ നെഗറ്റീവ് ഓപ്പണിംഗ് ഒക്കെ നടത്തി ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ ഇനീഷ്യലി ഒരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ വരുവാണെങ്കിലും നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സംബന്ധിച്ചിട്ട് മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് നടത്തി അവിടെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്കവിടെ ബൈ എൻട്രികൾ കൺസിഡർ ചെയ്യാം. ഒന്നാമത് കിട്ടിയ സ്റ്റോക്ക് നമ്മൾ അനലൈസ് ചെയ്തു. എത്ര സമയം എടുത്തു? 5 മിനിറ്റ് പോലും എടുത്തില്ല. രണ്ടാമത്തെ സ്റ്റോക്ക് സോളാർ ഇൻഡസ്ട്രീസ്. ഞാൻ ഓൾറെഡി എൻ്റെ വാച്ച് ലിസ്റ്റിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സോളാർ ഇൻഡസ്ട്രീസ്.
സോളാർ ഇൻഡസ്ട്രീസ് നോക്കുവാണെങ്കിലും പ്രീവിയസ് ഡേ ബിഫോർ യെസ്റ്റർഡേ നോക്കുവാണെങ്കിൽ ഒരു സ്ട്രോങ് അപ്സൈഡ് മൂവ്മെൻറ്റ് വന്നു. കഴിഞ്ഞ ദിവസം നോക്കുവാണെങ്കിൽ ഇവിടെയും ഒരു ക്ലീൻ സ്ട്രക്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചാർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ ഒരു പഴയ ചാർട്ട് നോക്കുവാണെങ്കിൽ ഓൾ ടൈം ഹൈലോട്ടാണെന്ന് തോന്നുന്നു പോകുന്നത്. ഇപ്പോൾ ഓക്കെ, ഓൾമോസ്റ്റ് നല്ലൊരു ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ ജസ്റ്റ് എൻ്റെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സോളാർ ഇൻഡസ്ട്രീസ്. പിന്നെ നമുക്ക് കിട്ടിയ സ്റ്റോക്കാണ് പോളിസി ബസാർ, PB ഫിൻടെക്. സോ PB ഫിൻടെക് നോക്കുവാണെങ്കിൽ ഇതും ഏകദേശം ഒരു ക്ലീൻ അപ്പ് ട്രെൻഡ് തന്നിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അതായത് കഴിഞ്ഞ ദിവസം സപ്പോർട്ട് എടുത്തു, ഹയർ ലോ ഫോർമേഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്ട്രോങ് ക്ലോസിങ്, ബുള്ളിഷ് ക്ലോസിങ്ങിനെയാണ് നടത്തിയത്. അപ്പോൾ ഇവിടെയും സെയിം തന്നെയാണ്. ഇവിടെ ഓപ്പൺ ചെയ്തുവാണെങ്കിൽ, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് പുൾ ബാക്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവൽ വരുവാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എൻട്രികൾ പോസിബിളാണ്. ഇനി ഇതിൻ്റെ താഴെ മാത്രം മാർക്കറ്റ് വരുവാണെങ്കിൽ മാത്രം എന്താണ് നമ്മുടെ വ്യൂ ചേഞ്ച് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് പ്രീവിയസ് ഡേയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളും നമുക്കിവിടെ കിട്ടും. അതായത് അപ്പ് ട്രെൻഡിങ് ഉള്ള സ്റ്റോക്കുകൾ. അപ്പം നമ്മൾ ഓരോ ചാർട്ടുകൾ നോക്കുക. അപ്പോൾ ഇവിടെ ഏകദേശം 20 സ്റ്റോക്കുകളുണ്ട്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് നല്ല സ്ട്രോങ് മൂവ്മെൻറ്റ് വന്നുകൊണ്ട് നമുക്ക് ഏകദേശം 20 സ്റ്റോക്കുകളുണ്ട്. ചില ദിവസങ്ങളിൽ വളരെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നല്ല സ്റ്റോക്കുകൾ നോക്കുക. ഞാനിവിടെ കുറച്ച് BSE ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. BSE നോക്കുവാണെങ്കിൽ ഒരു സ്ട്രോങ് ട്രെൻഡിങ് മാർക്കറ്റാണ് വന്നിരിക്കുന്നത്. JSW എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രീനർ വെച്ചിട്ട് നല്ല ചാർട്ടുകൾ നോക്കിയിട്ട് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് സ്റ്റോക്കുകളുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 20 സ്റ്റോക്കുകൾ അറ്റ് സെയിം ടൈമിൽ നമുക്ക് വാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് നമ്മുടെ ഇൻഡ്യൂഷൻ അനുസരിച്ചിട്ട് ഏറ്റവും നല്ല സ്ട്രക്ചർ വന്നിരിക്കുന്ന ഒരു 2, 3 അല്ലെങ്കിൽ 4, 5 സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ് പ്രിപ്പറേഷൻ ചെയ്യാം. നെക്സ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് മൂവ്മെൻറ്റ് വീട്ടിൽ നിന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്റ്റോക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ട്രേഡുകളും സ്റ്റോപ്പ് ലോസ് എവിടെയൊക്കെ വെക്കേണ്ടതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് സ്റ്റോക്കുകൾ നമ്മുടെ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രേഡ് എടുക്കാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി 2 ട്രേഡ് ഇന്ന് എടുത്തിട്ടുണ്ട്. ഇന്ന് BSE ആൻഡ് സോളാർ ഇൻഡസ്ട്രീസിലാണ് എടുത്തിരുന്നത്. BSEയിൽ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, സോളാർ ഇൻഡസ്ട്രിയിൽ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്ത ട്രേഡിൻ്റെ ലോജിക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുകൂടാതെ നമുക്ക് സ്ക്രീനറിൽ കിട്ടിയ കുറച്ച് സ്റ്റോക്കുകളുണ്ട് അല്ലേ, നമ്മൾ രാവിലെ ഇത്രത്തോളം സ്റ്റോക്കുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പെർഫോമൻസ് കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തേത് കോഫോർജ് നമ്മൾ മോർണിംഗിൽ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓൾറെഡി കഴിഞ്ഞ ദിവസം ട്രെൻഡിങ് ആണ് ഉണ്ടായിരുന്നത്. ബയേഴ്സ് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബൈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു. ഒരു ആദ്യത്തെ ക്യാൻഡലിന് വളരെ വലിയൊരു സ്ട്രോങ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് നടത്തി. പിന്നെ ഫസ്റ്റ് പുൾ ബാക്ക് എടുത്തു. നെക്സ്റ്റ് മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടത്തിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് കണ്ടിന്യൂസ് ആണ് മൂവ്മെൻറ്റ് നടക്കുന്നതെങ്കിൽ നമ്മൾ ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ റിട്രേസ്മെൻറ്റിലൊക്കെ നമുക്ക് ട്രേഡുകൾ എടുക്കാം. പിന്നെ ഞാനിത് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി വലിയ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് നടത്തി, ഒരു 3% മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് കോഫോർജിലൊരു ട്രേഡ് എടുക്കാതിരുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് എൻ്റെ വാച്ച് ലിസ്റ്റിൽ വന്ന ഒരു സ്റ്റോക്കാണ് പോളിസി ബസാർ. അതായത് എൻ്റെ സ്ക്രീനറിൽ വന്ന് ഞാൻ ചൂസ് ചെയ്തതാണ്. ഇത് നല്ലൊരു സ്റ്റോക്കാണ്. നേരത്തെ കണ്ടിന്യൂസ്ലി ഉണ്ടായിരുന്നു, ബൈയിങ് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഗ്യാപ്പ് അപ്പ് വന്നു. ഞാൻ ആക്ച്വലി പുൾ ബാക്കിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അത് കണ്ടിന്യൂസ്ലി അപ്സൈഡിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബ്രേക്ക് ഔട്ടിലോ അല്ലെങ്കിൽ പുൾ ബാക്കിലൊക്കെ എൻട്രികളും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അത് വളരെ ശക്തമായിട്ടുള്ള മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഏകദേശം എനിക്കൊന്ന് 2%, 4% മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. റൈറ്റ്, അപ്പോൾ നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഒക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ എൻട്രി എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് നമുക്ക് എന്താണ് വലിയ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ്. ഓക്കെ, പിന്നെ ഞാൻ എടുത്ത ഒരു ട്രേഡ് സോളാർ ഇൻഡസ്ട്രീസിൽ ഞാൻ എടുത്തിരുന്നത് ആക്ച്വലി അത് എൻ്റെ രണ്ടാമത്തെ ട്രേഡായിരുന്നു. ആദ്യത്തെ ട്രേഡ് ഞാൻ എടുത്തിരുന്നത് BSEയിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഞാൻ എൻട്രി എടുത്തിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഒരു ക്ലീൻ ട്രെൻഡായിരുന്നു, ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു. BSE എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഞാൻ ഒരുപാട് നാളുകളായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റിജക്ഷനിൽ തന്നെ ഞാൻ എൻട്രി എടുത്തു. ഏകദേശം ഈ ഒരു ഫസ്റ്റ് റിജക്ഷൻ വരെ ഏകദേശം 70 പോയിൻറ്റോളം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു ട്രേഡാണ്. അതാണ് ഞാൻ ഇന്ന് എടുത്തിരുന്നത്. അതുകൂടാതെ രണ്ടാമതൊരു ട്രേഡ് എടുത്തിരുന്നത് സോളാർ ഇൻഡസ്ട്രീസിൽ. അത് രണ്ടാമത്തെ ട്രേഡാണ്. അത് കുറച്ച്, അതായത് ഒരു അപ്സൈഡ് മാർക്കറ്റ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പ്രീ മാർക്കറ്റ് അനലൈസ് ചെയ്ത സമയത്ത് കുറച്ച് കൺഫ്യൂഷനുള്ളൊരു സ്റ്റോക്കായിരുന്നു. പക്ഷേ ഞാൻ എടുത്തു, മാർക്കറ്റിലൊരു അപ്സൈഡ് വന്നു. നെക്സ്റ്റ് റിട്രേസ്മെൻറ്റിൽ ഏകദേശം ഈ ഒരു പോയിന്റിലാണ് ഞാൻ ബൈ എൻട്രി എടുത്തിരുന്നത്. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിൻ്റെ താഴെ ഞാൻ വെച്ചു. അത് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തു.
ഇതാണ് രണ്ടാമത്തെ ട്രേഡ്. റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വാച്ച് ലിസ്റ്റിൽ വന്ന വേറൊരു സ്റ്റോക്കാണ് എംഫസിസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക്. അതും മാർക്കറ്റിൽ പ്രീവിയസ്ലി ഒരു സ്ട്രോങ് ട്രെൻഡ് ആയിരുന്നു. അപ്സൈഡ് മൂവ്, പുൾ ബാക്ക്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ബൈ എൻട്രികൾ കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് 1:2 ഒന്ന് ഡിപ്പെൻസ് ഓൺ നമ്മുടെ എങ്ങനെയാണോ ടാർഗറ്റ് ബുക്ക് ചെയ്യേണ്ടത്, സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പിന്നെ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന വേറൊരു സ്റ്റോക്കായിരുന്നു JSW സ്റ്റീൽ. JSW സ്റ്റീലിലും ഇതൊരു പ്രോപ്പർ പുൾ ബാക്ക് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓൾറെഡി അപ് ട്രെൻഡിങ് മാർക്കറ്റാണ് ഉള്ളത്. അപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് വന്നു. ഫസ്റ്റ് പുൾ ബാക്ക് വരുന്ന സമയത്ത് അഗെയിൻ ബയേഴ്സ് ആണ് മാർക്കറ്റിൽ വരിക. അഗെയിൻ മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത എല്ലാ സ്റ്റോക്കുകളും LTMഉം വോൾട്ടാസൊക്കെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സെറ്റപ്പ്, ഇതൊരു ട്രേഡിംഗ് സെറ്റപ്പ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. റൈറ്റ്, സെറ്റപ്പ്. ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്റ്റോക്ക് ഒരു സ്ട്രോങ് ട്രെൻഡിങ്ങുള്ള സ്റ്റോക്കാണ്. നെക്സ്റ്റ് ഡേ ഗ്യാപ്പ് അപ്പോ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെ വരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ട്രേഡ് ബൈ എൻട്രി. റൈറ്റ്. അപ്പോൾ ഞാൻ സ്ക്രീനർ ഓൾറെഡി ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം. ഇതാണ് സ്ക്രീനർ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് റൺ സ്കാൻ കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേക്കുള്ള സ്റ്റോക്കുകൾ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഏഞ്ചൽ വൺ, വേദാന്ത, മണപ്പുറം, ഗ്ലെൻമാർക്ക്. അപ്പോൾ ഇത് അനലൈസ് ചെയ്യുക. നല്ല ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് വെയിറ്റ് ചെയ്തിരുന്ന് റിസ്ക് മാനേജ് ചെയ്ത് നെക്സ്റ്റ് ഡേ ട്രേഡുകൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി വരുന്ന വീഡിയോസിൽ വേറെ ഒന്ന് രണ്ട് സ്ക്രീനേഴ്സ് കൂടി ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ നെക്സ്റ്റ് ഡേ ലൈവ് ട്രേഡിംഗ് വീഡിയോ ആയിട്ട് കാണാം. ഇന്ന് ഞാൻ ലൈവ് ട്രേഡിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് സെലക്ഷൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഓൾറെഡി ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ.